ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്ബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കമൻറ്റുകളൊക്കെ തരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടോ, നമുക്കിന്ന് നല്ലൊരു അടിപൊളി പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിത് ഒരുക്കി വെച്ചിട്ട് ഇങ്ങനെ അടുക്കളയിലേക്കൊന്ന് വന്നതാട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതാ നമ്മൾ മല്ലിയിലയും പുതിനയിലൊക്കെ പറ്റ മോശമായിട്ട് കേട്ടോ, ഒന്നും ഒരു ഉഷാറില്ല. അപ്പോൾ ചൂടിൻ്റെ കുഴപ്പം കൊണ്ടാട്ടോ, ചൂടല്ലേ. അപ്പോൾ പച്ചക്കറികളും എല്ലാതും നമ്മൾ തന്നെ വാടിപ്പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പച്ചക്കറികളും വിലവർഗവും പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മളത് ആ ചിക്കനൊക്കെ മസാല തേച്ച് കുറച്ച് സമയമായിട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മളെ ഈ ഒരു ഉരുളിയിലാണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കാൻ പോണത്. അപ്പോൾ അതിൽ തന്നെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ വേസ്റ്റ് ആകില്ല. നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ അതിൽ തന്നെ വഴറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ അടി പിടിക്കുന്നൊക്കെ വിചാരിച്ചോട്ടെ, പക്ഷേ ഒന്നും അടി പിടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടോ. ഞാൻ ഈ ഉള്ളിയിൽ ഇതുവരെ ഞാൻ ബിരിയാണി ഇങ്ങനെ വെച്ചിട്ടില്ല, വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ വെക്കണുള്ളൂ, അധികം ഒന്നും വെക്കില്ല. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് പാകട്ടോ. പിന്നെ മറ്റേ ഇതൊക്കെ എടുക്കുമ്പോൾ കുറേ അങ്ങോട്ട് സമയം ഇതല്ല, വലിയ ചട്ടിയല്ലേ, അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ചെറിയൊരു ഉള്ളിക്കട്ടി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ഒന്നും കാണിച്ചിട്ടില്ല. അത് എന്നും ഇപ്പോൾ നമ്മൾ ആ റെസിപ്പി കുറേ ഇട്ടതല്ലേ, അപ്പോൾ പിന്നെ എപ്പോഴും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ കരുതിയിട്ട് ഞാൻ മസാലയൊക്കെ അത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ കുറച്ച് ചിക്കൻ സമൂസ ഉണ്ടാക്കാനാട്ടോ കുറച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ചത്. പിന്നെ അതാ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് ഉള്ളി വാട്ടുകയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ കരണ്ടടുപ്പിൽ ഇതാ കുറച്ച് നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചതാട്ടോ, റൈസിന് വേകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മളെ ചിക്കൻ ഇതില്ല തൊള്ളയിലൊന്നും വരുന്നില്ല കേട്ടോ, പറയാൻ തന്നെ കിട്ടുന്നില്ല, നോമ്പ് എടുത്ത് ആകെ ക്ഷീണിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ആ ചിക്കൻ സമൂസൊക്കെ ഉള്ള സംഭവങ്ങൾ റെഡി ആയിട്ട് ഇനി പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാല ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം കേട്ടോ. മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഉള്ളിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടോ. നമ്മൾ ഈ പൊരിച്ച് വെക്കുമ്പോൾ നല്ലൊരു രസമാണ് തന്നെയാണ് കേട്ടോ. പക്ഷേ ടൈം വേണം കേട്ടോ, പെട്ടെന്നൊന്നും ഉണ്ടാക്കുമ്പോൾ പൊരിച്ചിട്ട് നടക്കില്ല. ഞാനിന്ന് ഉച്ചയ്ക്ക് തന്നെ തുടങ്ങിയിരിക്കണം കേട്ടോ, 2 മണിയായപ്പോൾ തന്നെ തുടങ്ങിയിരിക്കണം. അതുകൊണ്ട് നമ്മളെ പണികളൊക്കെ ഒന്ന് വേഗം നേരത്തെ അങ്ങോട്ട് ഒരുങ്ങും ചെയ്തിരിക്കണം കേട്ടോ. ആശ്വാസപ്പണിയായിന്ന് പെട്ടെന്ന് തട്ടിക്കൊട്ടി എന്താ പറയുക, ചാടിപ്പടഞ്ഞങ്ങാണ്ടെന്നുള്ളൊരു പണിയൊന്നും എടുക്കേണ്ട വന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ നല്ല ആശ്വാസത്തിൽ തന്നെ സമാധാനത്തിൽ നിന്ന് എല്ലാ പണികളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തു. ചില ദിവസം ചിലപ്പോൾ സംസ്കരിച്ചാലും ഒന്ന് മയക്കം വരും കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ കടന്ന് പിന്നെ അങ്ങോട്ട് നീച്ച് കണ്ണുറന്ന് പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് വണ്ടിപ്പടഞ്ഞ് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സമൂസേൻ്റെ സംഭവം റെഡി ആയിക്കണം കേട്ടോ. പിന്നെ റൈസ് ഞാൻ അരി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഞാൻ കരണ്ട് അടുപ്പിൽ നമ്മൾ വെള്ളം വെച്ചതിൽ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു തരി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞാൻ തരി ഉണ്ടാക്കുന്നത് എല്ലാതും ഇട്ടിട്ടൊന്ന് നെയ്യിലൊക്കെ ഉള്ളിയൊക്കെ വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഞാൻ തരി ഉണ്ടാക്കുമ്പോൾ ആദ്യം പാല് തിളപ്പിച്ചിട്ട് റവ ഇട്ടിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ തൂമിച്ച് കൊടുക്കൽ. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ കേട്ടോ വെക്കണത്. എന്നും ഒരുപോലെ ആവണ്ടല്ലോ, ഇത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ ഞാൻ അണ്ടിയും മുന്തിരിങ്ങ ഇടാറുമില്ല കേട്ടോ. ഇന്നത്തെ തരിയിൽ നമ്മൾ അണ്ടിയും മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല തിളപ്പിച്ച് പാലുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റൈസ് വെന്തിക്കണമെന്നും ഒക്കെ നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് പാല് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തരി ഇവിടെ 1 ഗ്ലാസ് മതി കേട്ടോ, അതിൽ ഏറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ കുറച്ച് പാല് നമുക്ക് ചായക്ക് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ചായ ഇപ്പോഴല്ല, ഏഷൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ ഒരു ചായ കൂടി ഉണ്ട് അപ്പോഴത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും അത് സെറ്റായിട്ടോ. ബിരിയാണിയൊക്കെ ഞാൻ ദമ്മിട്ട് മാറ്റി വെച്ചിരിക്കണം. ഇനി നമ്മൾ സമൂസൻ്റെ ഓലയൊക്കെ നമ്മൾ മസാല
മസാലയൊക്കെ ഇട്ട് മടക്കി ഒക്കെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ബിരിയാണി, ഞാൻ നേരത്തെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്നും ഇപ്പം തന്നെയല്ലേ എന്താ വെറുതെ ഇങ്ങനെ കാട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നാളും ഇതുപോലെ നമ്മൾ ബിരിയാണി റെസിപ്പിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ചിക്കൻ പൊരിച്ചത് മാത്രം വ്യത്യാസമുള്ളൂ, മറ്റേത് ഞാൻ പൊരിക്കാതെയാണ് കേട്ടോ അധികം വെക്കാറ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സമൂസയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേക്കണം, ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചട്ടകം തിരഞ്ഞിട്ട് കാണാമല്ലോ കേട്ടോ, ഒരു പാത്രങ്ങൾ കുറേ കഴുകാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചട്ടകം ഉണ്ട്. അപ്പോൾ കഴുകാൻ പഠിച്ചിട്ട് വേഗം ഒരു സ്പൂൺ എടുത്തിട്ടാണ് കേട്ടോ മറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ അടിപൊളി തരിയും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചൂടാറി നല്ല പാകത്തെ ലൂസിലായിട്ടുണ്ട്. ഒരുപാട് കട്ടിയായാലും നമ്മളെ തരി രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതവിടെ സമൂസയും പൊരിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് ഇനി തൈര് ഉണ്ടാക്കണം കേട്ടോ. തൈര് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതാ കുറച്ച് നമ്മൾ വത്തക്ക വെള്ളമാണ് ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ ഈ വത്തക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. കുറച്ച് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതിങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ. ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ നല്ല നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ദാഹവും മാറും, വയറും നിറയും കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഒന്ന് പുറത്ത് ചാടിയതാട്ടോ. അപ്പോൾ ചേച്ചീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചേച്ചീനെ വൈകുന്നേരം ആയാലും ഇപ്പോൾ കാണലില്ല ആരും കേട്ടോ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റായിട്ടേ. അപ്പോൾ വെറുതെ പണിയൊക്കെ ഒന്ന് നേരത്തെ ഒരുങ്ങിയോ ചോദിച്ചിട്ട് ചേച്ചി ഞാനും കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു. അപ്പോൾ അതാണ് ചേച്ചിൻ്റെ മക്കൾസാണ് കേട്ടോ. അതൊന്ന് ഇതിൻ്റെ പേര് മിട്ടു ആണ്. അവന് എന്തൊക്കെ കാട്ടുന്നുണ്ട്. നമ്മളെ മിന്നുൻ്റെ ഒക്കെ അതേപോലെ തന്നെ കേട്ടോ. ഇത് പുറത്തേക്ക് വിടലില്ല, വിട്ടാൽ അത് മണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടിലാണ്. പിന്നെ നമ്മളെ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്നും ശല്യം ചെയ്യുന്ന ഒരാളാണ് ഇത് കേട്ടോ. അപ്പോൾ ഇന്നെങ്ങനെ നോക്കിയിരിക്കണ്ട, ഞാൻ ഓളെ പൂച്ചനെ കൊണ്ടുപോവുക എഴുതിയിട്ട് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട് കുരക്കണം, വാലായിട്ടും കുരക്കും ചെയ്യും കേട്ടോ. സ്നേഹമുണ്ട്, പക്ഷെ എന്നാൽ അവിടേക്ക് ആ സ്ഥലത്തൊക്കെ ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല കേട്ടോ. അത് ഫുള്ള് ഓളെ ഏരിയയാണ്, അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റില്ല, ദേഷ്യം മുടിക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതാ കുറച്ച് നേരം പുറത്ത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി വന്ന് ബാങ്ക് കൊടുക്കാനായിട്ടോ നമ്മൾ ഫുഡൊക്കെ എല്ലാതും ബാങ്ക് കൊടുക്കാൻ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. ഇനി നമുക്ക് നോമ്പ് തുറക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.